മലയാളത്തിലെ ഏറ്റവും മികച്ച അവതാരകരുടെ ഒരു ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൽ മുൻപന്തിയിലുണ്ടാകും രഞ്ജിനി ഹരിദാസ്. ഐഡിയ സ്റ്റാർ സിംഗർ എന്ന ഷോയിൽ എത്തിയ സമയം മുതൽ തന്നെ രഞ്ജിനി ഹരിദാസ് നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഇടം നേടിയിട്ടുണ്ട്. രഞ്ജിനി ഹരിദാസിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നതും ഐഡിയ സ്റ്റാർ സിംഗർ എന്ന പരിപാടി തന്നെയാണ്. മറ്റാരൊക്കെ അവതാരകനായി എത്തിയാലും രഞ്ജിനി ഹരിദാസിന്റെ തട്ട് താണു തന്നെ ഇരിക്കും എന്ന് പറയും പോലെയാണ് അത്. പലരും ആ ഷോയിൽ പിന്നീട് അവതാരകരെ എത്തിയപ്പോഴും നമുക്ക് ആ ഒരു വൈബ്, രഞ്ജിനി ഹരിദാസ് കൊണ്ടുതന്ന ഒരു വൈബ് നമുക്ക് ആർക്കും പിന്നീട് കിട്ടിയിട്ടില്ല. അതിപ്പോൾ ഷോ ആണെങ്കിലും ഒരു കാലത്ത് സ്റ്റേജ് ഷോകൾ അത് അന്യദേശത്താണെങ്കിലും വിദേശത്താണെങ്കിലും നമ്മുടെ കേരളത്തിലാണെങ്കിലും സ്റ്റേജ് ഷോകളും അടക്കി വാണിരുന്നത് രഞ്ജിനി ഹരിദാസ് തന്നെയാണ് എന്ന് നമുക്ക് സംശയമില്ലാതെ പറയാം. രഞ്ജിനി ഹരിദാസ് അവിവാഹിതയാണ്. മുൻപ് തന്റെ പ്രണയത്തെ പറ്റിയൊക്കെ രഞ്ജിനി ഹരിദാസ് തുറന്നു പറഞ്ഞിരുന്നു. തന്റെ പ്രണയത്തിൽ താൻ ചതിക്കപ്പെട്ടതിനെക്കുറിച്ചും തനിക്കെതിരെ വന്ന അപവാദങ്ങളും തന്നെക്കുറിച്ചുള്ള ന്യൂസുകളും അല്ലെങ്കിൽ തന്നെക്കുറിച്ച് പാപ്പരാസികൾ ഉണ്ടാക്കുന്ന ഗോസിപ്പുകളെക്കുറിച്ചുമെല്ലാം രഞ്ജിനി ഹരിദാസ് പലപ്പോഴും തുറന്നു പറഞ്ഞിട്ടുണ്ട്. തനിക്ക് മദ്യപിച്ച് വഴിയിൽ കിടക്കേണ്ട അവസ്ഥ വന്നിട്ടില്ല എന്നും, എന്നാൽ മദ്യപിച്ച് താൻ മദ്യപിക്കാറുള്ള ആളാണ്, എന്നാൽ തനിക്കൊരിക്കലും അങ്ങനെയൊരു സിറ്റുവേഷൻ വന്നിട്ടില്ല എന്നും അതൊക്കെ വെറും കള്ളക്കഥകളാണെന്നും രഞ്ജിനി പലപ്പോഴും തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 40കളിലേക്ക് കടന്നിരിക്കുകയാണ് രഞ്ജിനി ഹരിദാസ്. ഇതിനിടയിൽ രഞ്ജിനി ഹരിദാസിന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. അത് വാഹനങ്ങളോടുള്ള ഇഷ്ടമാണ്. കാറുകളോട് താരത്തിന് വലിയ ഇഷ്ടമാണുള്ളത്. രഞ്ജിനി ഹരിദാസിന്റെ ഈ വണ്ടിപ്രേമം പലപ്പോഴും വാർത്തകളിൽ ഇടം നേടാറുമുണ്ട്. 40കളിലേക്ക് കടന്നതിന് ശേഷം തന്റെ ജീവിതത്തിൽ വന്ന വലിയ മാറ്റങ്ങളെക്കുറിച്ചും പെരിമെനോഫേസിനെ കുറിച്ചുള്ള അവസ്ഥയെക്കുറിച്ചെല്ലാം രഞ്ജിനി ഹരിദാസ് നേരത്തെ തുറന്നു പറഞ്ഞിരുന്നു. 20കളിൽ തനിക്ക് സംഭവിച്ചൊരു ആരോഗ്യ പ്രശ്നത്തെക്കുറിച്ചും ആയുർവേദ ചികിത്സയിലൂടെ വന്ന വലിയ മാറ്റത്തെക്കുറിച്ചും രഞ്ജിനി ബ്ലോഗിൽ സംസാരിച്ചിരുന്നു. 2003-2004 കാലഘട്ടത്തിലാണ് താൻ കോളേജ് കഴിഞ്ഞ് ബംഗളൂരുവിൽ ഒരു കോൾ സെന്ററിൽ ജോലി ചെയ്തിരുന്നത്. 22 വയസ്സ് പ്രായം. രാത്രി 1 മണി മുതൽ രാവിലെ 8 മണി വരെ ആയിരിക്കും ഡ്യൂട്ടി. ഉറക്കമില്ല, കുറെ ചായ കുടിക്കും. അങ്ങനെ തീർത്തും അനാരോഗ്യപരമായ ഒരു ജീവിത ശൈലിയായിരുന്നു. അതിനിടയിലാണ് എനിക്ക് ശരീരത്തിന്റെ ഒരു ഭാഗത്ത് മാത്രം തരിപ്പ് അനുഭവപ്പെട്ടു തുടങ്ങിയത്. ഇടയ്ക്ക് വരും പോകും. എന്താണ് സംഭവം എന്ന് മനസ്സിലായില്ല. നാട്ടിൽ വന്നപ്പോൾ അമ്മയോട് പറഞ്ഞു. ഡോക്ടറെ കണ്ടു. എന്റെ 22ാം വയസ്സിലായിരുന്നു അത്. അന്ന് ആദ്യമായി MRI സ്കാനിംഗ് ചെയ്തു. എനിക്കെന്തോ മാരകമായ അസുഖമാണ്, ചത്തുപോകുമെന്നൊക്കെയാണ് കരുതിയത്. കുറച്ചു മരുന്നുകളൊക്കെ കഴിച്ചു. ഇപ്പോൾ ആശ്വാസം തോന്നി. അതൊക്കെ കഴിഞ്ഞ് കുറേ നാളുകൾക്ക് ശേഷം ഞാൻ സ്റ്റാർ സിംഗറിലേക്ക് വന്നു. തിരക്കുള്ള ആങ്കറായി. അങ്ങനെ ജീവിതം പോകുമ്പോഴാണ് ഒരു പാർട്ടിക്ക് പോയത്. അന്ന് കാർ ഒരു ഗട്ടറിൽ ചാടിയപ്പോൾ എന്റെ തലയ്ക്ക് മുകളിൽ പോയിടിച്ചു. അതിനുശേഷം ഉറക്കമില്ല, ഭയങ്കരമായ വേദനയും. വീണ്ടും ഡോക്ടറെ കണ്ടു. 1-2 ഡിസ്ക് ഞരമ്പിനെ വളരെ ഭീകരമായി തട്ടുന്നുണ്ട്. പേടിക്കാനൊന്നുമില്ല, ഒരു സർജറി ചെയ്താൽ സെറ്റാണെന്ന് പറഞ്ഞു. എനിക്ക് എന്റെ ജീവിതത്തിലെ ആ പ്രൈം ടൈം മിസ് ചെയ്യാൻ പറ്റില്ല. എത്രയും വേഗം അസുഖം മാറണം. അതുകൊണ്ട് സർജറി ചെയ്യാമെന്ന് തീരുമാനിച്ചതിന് ശേഷം ബെഡൊക്കെ ബുക്ക് ചെയ്താണ് ഞാൻ തിരിച്ചു വന്നത്. ആ സമയത്താണ് എന്റെ ഒരു ഫ്രണ്ടിന്റെ കോൾ വന്നത്. എന്റെ ജീവിതം തന്നെ മാറ്റിമറിച്ച ഒരു കോൾ. അങ്ങനെയാണ് എന്റെ ജീവിതത്തിലേക്ക് ആയുർവേദം കടന്നു വരുന്നത്. സർജറി ഒന്നും ചെയ്യാതെ തന്നെ ആ വേദന ഡോക്ടർ സുരേഷ് മാറ്റി തന്നു. ശരിക്കും ഒരു മാജിക് തന്നെയായിരുന്നു അത്. അന്നു മുതൽ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പാർട്ടാണ് ആയുർവേദം. ഇന്നും തുടരുന്നു എന്നാണ് രഞ്ജിനി ഹരിദാസ്. എനിക്ക് പേഷ്യൻസ് കുറച്ച് കുറവാണ്. സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ കയറി അവിടെ പെട്ടെന്ന് കൊച്ചമ്പളം ഉണ്ടാക്കി 2-3 മണിക്കൂർ അല്ലെങ്കിൽ 6 മണിക്കൂർ മാക്സിമം കാര്യം തീരും. സിനിമ അങ്ങനെയല്ല. സിനിമ റിക്വയർസ് എ ലോട്ട് ഓഫ് പേഷ്യൻസ് ആൻഡ് എ ലോട്ട് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്. ആ പേഷ്യൻസ് ആസ് എ പേഴ്സൺ എനിക്ക് ഇല്ലാന്ന് എനിക്ക് അറിയാം. പണ്ട് ഞാൻ എക്സ്പെരിമെന്റ് ചെയ്തിരുന്നു. പിന്നെ എങ്ങനെ റിസ്ക് എടുത്തു? അല്ല, ബിക്കോസ് ആ ക്യാരക്ടർ പറഞ്ഞപ്പോ ഞാൻ തന്നെയാണ് എനിക്ക് എന്ന സംശയം. ഭയങ്കര വലിയ ക്യാരക്ടർ ഒന്നും അല്ല. ഒരു 3 ഷാജിമാരുടെ കഥ പറയുന്ന ഒരു സ്ക്രിപ്റ്റ് ആണ്. കോഴിക്കോട് ഷാജി, ട്രിവാൻഡ്രം ഷാജി, അതുപോലെ തന്നെ എറണാകുളം ഷാജി. അപ്പൊ അതിൽ ഒരു ഷാജിയുടെ കൂടെ വന്ന് പിന്നെ അവസാനം വരെ വന്നും പോയി പോകുന്നൊരു ക്യാരക്ടറാണ്. അപ്പം ഇത് ഈ കുട്ടി എന്നെ സ്വഭാവം ഞാനാണെന്ന് ഞാൻ പറയില്ല, ബട്ട് കാണുമ്പോഴും ഒക്കെ ആ ഒരു ക്യാരക്ടറും മാനറിസവും ഒക്കെ ഞാൻ തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ലോട്ട് ഓഫ് തിങ്സ് ഞാനല്ല, പക്ഷെ അതിലുള്ള സ്ക്രിപ്റ്റ് ആണല്ലോ, കഥയാണല്ലോ, ആ കഥയുടെ ഒരു കഥാപാത്രമാണ്. ചിലതൊക്കെ അവര് അതിനകത്ത് സിനിമയ്ക്ക് വേണ്ടി മാസാക്കാൻ വേണ്ടിയൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ ഐ കനോട്ട് സേ ഐ അഗ്രി ടു ഇറ്റ് ആൻഡ് ഓൾ ദാറ്റ്. പക്ഷെ സിനിമയില് റിയൽ ലൈഫ് ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യേണ്ട ഒരു ആവശ്യമില്ലെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. സിനിമ എൻജോയ് ഇറ്റ്, ഹേറ്റ് ഇറ്റ്, ലവ് ഇറ്റ്, വാട്ട് എവർ. ബട്ട് ഇക്ക അതുകൊണ്ട് പറഞ്ഞപ്പം ഐ വാസ് ലൈക്ക് രഞ്ജിനി ചെയ്യൂ എന്ന് പറഞ്ഞപ്പോ ഐ വാസ് ലൈക്ക് ഓക്കെ, കുറെ നാളായില്ലേ. അങ്ങനെ ചെയ്തു. ഐ ഹാഡ് എ ഗുഡ് ടൈം. ഐ മേഡ് സം ന്യൂ ഫ്രണ്ട്സ്. ഇറ്റ് വാസ് നൈസ്.
ഇപ്പം രഞ്ജിനി ഏത് വണ്ടി സ്വന്തമായിട്ട് ഏത് വണ്ടി? ഇപ്പോഴും കുറെ നാളായി മാറ്റിയിട്ട് Q3 ആണ്. Q3 ആണ്. കുറെ ഐ തിങ്ക് ഇറ്റ്സ് ഓൾമോസ്റ്റ് 5 years. ഈ വർഷം മാറ്റി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഡ്രൈവിംഗ് എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു എത്രയോ വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ആക്ച്വലി നോട്ട്. ഫണിലി എന്റെ ഒരു സ്വഭാവക്കാരി 16 വയസ്സിൽ ഡ്രൈവ് ചെയ്ത് തുടങ്ങണം എന്നൊക്കെ ആൾക്കാർ വിചാരിക്കും. ഇല്ലില്ല, ഞാൻ 23 വയസ്സിലാണ് തുടങ്ങിയത്. അതിന് കാരണമുണ്ട്. ദ റീസൺ ഇസ് വെരി സിമ്പിൾ. ഞാൻ ആക്ച്വലി 23 വയസ്സിലാണ് ഞാൻ പുറത്തേക്ക് പഠിക്കാൻ പോവാൻ വിചാരിച്ചത്. അവിടെ വണ്ടിയില്ല, നടക്കില്ല എന്ന് എനിക്ക് കാര്യം അറിയാം. ഇവിടെ നമ്മൾ ബസ്സിൽ ഓട്ടോയിലൊന്നും പോയിട്ടില്ല. ബസ്സിൽ പ്രാവശ്യം പോകാൻ നോക്കി, അത് പറ്റിയില്ല. എനിക്ക് എന്റെ സെറ്റപ്പ് അല്ല. ഓട്ടോയിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ സഞ്ചരിച്ചിരിക്കുന്നത് കൊച്ചിയിൽ കോളേജിൽ പോവാൻ. അല്ലെങ്കിൽ അമ്മ സ്കൂട്ടറിൽ കൊണ്ടുപോകും ബാക്കിൽ വെച്ചിട്ട്. അപ്പം പിന്നെ വീട്ടിലൊരു വണ്ടി ഉണ്ടായിരുന്നു, വേറെ ഒരു ഓടിക്കും. പക്ഷെ ഞാൻ 23 വയസ്സിൽ എന്തോ സംതിങ് ഇസ് വെൻ 23 കേട്ടോ, 23 എന്റെ വിസ ഒക്കെ പ്രോസസ് ചെയ്ത് വന്നപ്പം എന്റെ അഡ്മിഷൻ UK കിട്ടിയപ്പോ ഐ വാസ് ലൈക്ക് അവിടെ പോയി ഞാൻ വണ്ടി വാങ്ങിക്കും. ബിക്കോസ് ഭയങ്കര ചീപ്പാണല്ലോ. 3rd ഹാൻഡ് 4th ഹാൻഡ് 5th ഹാൻഡ് എന്നൊക്കെ പറഞ്ഞ 500 പൗണ്ടിനൊക്കെ നമുക്ക്. എന്റെ ഫോർഡ് മൊണ്ടേ, ആദ്യത്തെ വാസ് ഫോർഡ് മൊണ്ടേയോ. ഓ, അതും ഈ നാട്ടിലൊന്നും അല്ല എടുത്തത്, ഇല്ല, ലണ്ടനിൽ പോയിട്ടാണ് ആദ്യത്തെ വണ്ടി എടുക്കുന്നത്. സോ ഫോർഡ് മൊണ്ടേയോ ഭയങ്കര എന്താ പറയാ 4th യൂസറോ 5th യൂസറോ എന്തോ അത്രയൊക്കെ പറ്റൂ. അല്ല, അത് മതി നമുക്ക് അവിടെ ഫ്രീ ആയിട്ട്. അതെ, ബിക്കോസ് അവിടെ ട്രാവൽ ചെയ്യാൻ അല്ലെങ്കിൽ ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട്, യു നോ. സോ അങ്ങനെയാണ് ഞാൻ പഠിക്കുന്നത്. അപ്പൊ ഇവിടെ ടിപ്പിക്കലി ഞാനൊരു പഠിപ്പിക്കുന്ന സ്കൂളിലൊക്കെ പോകും, അവരുടെ ജീപ്പിലൊക്കെ. അപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ഈ ജീപ്പില് ഡ്രൈവിംഗ് പഠിപ്പിക്കുമ്പോ ഞാൻ സ്ഥിരമായിട്ട് കണ്ടിട്ടുള്ള ഒരു ഇത്, ആദ്യം തന്നെ ഫുട്വെയർ അഴിച്ചു വെക്കാൻ പറയും. അതെ അതെ, അങ്ങനെ ഉള്ളൊരു അനുഭവം ഉണ്ടോ? അവരതൊക്കെ പറഞ്ഞു, പക്ഷെ ഞാനൊന്നും കേൾക്കുന്നില്ല. അതാണ്, അത് എന്തിനാന്നോ ഇപ്പോഴും മനസ്സിലായില്ല. ഭയങ്കര ഭയഭക്തി ബഹുമാനത്തോടു കൂടിയ ജനം പിന്നെ ബ്രേക്കിന്. എനിക്ക് തോന്നുന്നു ഡ്രൈവിംഗ് ഒരു പ്രൊഫഷനായി എടുക്കുന്ന ആൾക്കാർക്ക് ഒരു പക്ഷെ അതൊക്കെ ഉണ്ടാവാം. പക്ഷെ നമ്മൾ അതിന് ആവശ്യമില്ല. അങ്ങനെ പ്രാക്ടീസ് ചെയ്താൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എത്രയും കിലോമീറ്ററുള്ള ഡ്രൈവ് ചെയ്യുന്ന ഒരാള് ഫുഡ് വെച്ചിട്ട് അതെനിക്ക് മനസ്സിലായിട്ടില്ല ആക്ച്വലി. ബട്ട് നമ്മളെയൊക്കെ അവർ ശ്രമിക്കുന്ന ഒരു രീതിയാണ്. നമ്മളത് പറയും, പക്ഷെ അത് ഐ ഗെസ് ടു ഈച്ച് ഹിസ് ഓൺ. ശരിക്കും പറഞ്ഞാൽ 23ാമത്തെ വയസ്സിൽ ആദ്യമായിട്ട് ഡ്രൈവിംഗ് പഠിച്ച് ലണ്ടനിൽ, അവിടെയാണ് ആദ്യമായിട്ട് ഓടിക്കുന്നത്. ആക്ച്വലി ഇവിടെ ഓടിച്ച് പ്രാക്ടീസ് ചെയ്ത് അവിടെ പോയി യു ഗെറ്റ് യുവർ സ്റ്റുഡൻസിന് 1 year ഫ്രീ ആയിട്ട് അവിടെ ഓടിക്കാം വിതൗട്ട് എ ലൈസൻസ്. ബിക്കോസ് സ്റ്റുഡന്റ് ഇതിലാണല്ലോ. ദെൻ യു ഹാവ് ടു ഗെറ്റ് ഇൻ ടു യുവർ ഇന്റർനാഷണൽ ഓർ whatever. അപ്പൊ ആ 1 year ഞാൻ ഐ തിങ്ക് ഫോർഡ് മൊണ്ടേയോ ഇടയ്ക്ക് ഒരു എസ്കോട്ട് കയറി വന്നു. അത്ര ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ എന്റെ എസ്കോട്ടിന്റെ കഥ എപ്പിക് ആണ്. അപ്പൊ എനിക്ക് ഫോർഡ് മൊണ്ടേയോ വേറെ ഒരു കടം വാങ്ങിച്ചാൽ നമ്മൾ ഫ്രണ്ട്സ് ആണല്ലോ, നമ്മൾ അങ്ങോട്ട് കൂടെ കൊടുക്കും, ഇന്ത്യൻസ്. അപ്പൊ ഞാൻ എന്റെ ഫോർഡ് മൊണ്ടേയോ അറിവ് എടുത്തോണ്ട് പോയപ്പം എനിക്ക് എസ്കോട്ട് വന്നു. അപ്പൊ അവിടെ വിന്റേഴ്സിന് നമുക്ക് മഞ്ഞ് പെയ്യുമല്ലോ. ഞാൻ പാർട്ട് ടൈം ജോബ് ഉണ്ട്. അപ്പൊ എന്റെ പാർട്ട് ടൈം ജോബ് ഒരു 45 minutes 1 hour ഡ്രൈവ് പോയാണ്. അവിടെ എല്ലാം ദൂരെയാണല്ലോ. സോ ഐ വാസ് നോട്ട് ഇൻ ദ സിറ്റി ഇൻ ലണ്ടൻ, ഐ വാസ് ഇൻ നോറിച്ച്, ഈസ്റ്റ് ആംഗ്ലിയയിൽ. ലോവസ്റ്റ് ഓഫിൽ ഞാൻ താമസിക്കുന്നു. നോറിച്ച് ഇസ് വെർ ഐ ഗോ ഡു മൈ പാർട്ട് ടൈം ഫോർ ഹോളിഡേസ്. ഓക്കെ, സോ ആ സമയത്ത് ഈ ഒരു ഫോർഡ് എസ്കോട്ട് ഓടിച്ചുകൊണ്ടിരുന്ന സമയത്ത് അതിന്റെ വൈപ്പർ അങ്ങ് നിന്നു. അപ്പൊ ഞാൻ എനിക്ക് ഓടിക്കാൻ പറ്റില്ല. മൈ ഫ്രണ്ട് വാസ് ഡ്രൈവിംഗ് അറ്റ് ദാറ്റ് ടൈം ആൻഡ് ഐ വാസ് ലൈക്ക്, നീ ഓടിക്കുക, ഞാൻ വൈപ്പർ ആവാം. സ്വയം വൈപ്പർ ആവേണ്ട എത്രയോ അനുഭവങ്ങൾ എനിക്കുണ്ടെന്ന് അറിയാമോ. അവിടെ വണ്ടി ഓടിച്ച് ഞാൻ എക്സ്പേർട്ട് അല്ല, ഐ എം എ സേഫ് ഡ്രൈവർ. ഐ ഡോണ്ട് ലൈക്ക് ഓവർ ഡ്രാമ ഒന്നുമില്ല. ബട്ട് അവിടെ വണ്ടി ഓടിച്ച് പ്രാക്ടീസ് ചെയ്തപ്പോൾ ആകെ കുറച്ച് ചീത്ത സ്വഭാവങ്ങൾ വന്നു. തിരിച്ച് നാട്ടിൽ വന്നപ്പോ ഹോൺ അടിക്കില്ല. അവിടെ ഹോൺ അടിക്കുന്നത് ചീത്ത പറയുന്ന പോലെയാണ്. സോ അപ്പം അത് നമ്മൾ അവിടെ ആദ്യത്തെ എന്റെ പ്രാക്ടീസ് അവിടെ ആയതുകൊണ്ട്, പ്രാക്ടീസ് അല്ല തുടങ്ങിയത് പ്രോപ്പർട്ടി ഡ്രൈവിംഗ് അവിടെ ആയതുകൊണ്ട് എന്റെ റോഡ് മാനേഴ്സ് ഒക്കെ ഭയങ്കര നല്ലതായിരുന്നു. ഐ വാസ് വെരി വെൽ ബിഹേവ്ഡ്. കേരളത്തിൽ വന്ന് ഒരാഴ്ച എന്നെ മാറ്റി. ഒരാഴ്ചയിൽ ഞാൻ തനി അലമ്പാണ്. സാധാരണ പറയാ മനുഷ്യന്മാര് വാളയാറ് കഴിഞ്ഞാൽ വീണ്ടും പഴയ മലയാളിയാവും എന്ന് പറയുന്നത് എന്നെ ആക്കി. നോ, ബട്ട് ഐ തിങ്ക് നമ്മുടെ നാട്ടില് റോഡ് റൂൾസ് ഫോളോ ചെയ്യാൻ ആൾക്കാർക്ക് അറിയില്ല, ഒന്നെങ്കിൽ പഠിച്ചിട്ടില്ല, അല്ലെങ്കിൽ നമ്മൾ സ്ട്രിക്റ്റ് അല്ല അതിന്റെ ലൈസൻസിങ്. ബിക്കോസ് നമ്മളെല്ലാരും ഏറ്റവും കൂടുതൽ നമ്മൾ റോഡിൽ ഇറങ്ങുമ്പോൾ തെറി അറിയുന്ന മറ്റുള്ള ആൾക്കാർ വണ്ടി ഓടിക്കുന്നതിനെയാണ് അല്ലേ. അപ്പൊ എന്തോ സിസ്റ്റമിൽ എന്തോ തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എസ്പെഷ്യലി നമ്മുടെ ഇപ്പൊ ഇൻഫ്രാസ്ട്രക്ചറും വി ആർ സ്ട്രഗ്ലിംഗ്. അപ്പൊ അങ്ങനെ വരുന്ന കൊണ്ട് ഞാൻ തിരിച്ചു വന്ന് ഹോൺ അടിക്കാതെ എന്ത് പറ്റുന്നറിയാമോ, ഞാൻ സ്റ്റക്കായി പോകും. എല്ലാ ജംഗ്ഷനും ഞാൻ നിൽക്കും, എല്ലാരും പോയിക്കൊണ്ടിരിക്കും. പിന്നെയാണ് മനസ്സിലായത് ഹോൺ അടി യൂട്ടിലൈസ് ചെയ്യണമെന്ന്. ഇപ്പൊ ഞാൻ വിട്ടുകൊടുക്കൂല. അവിടെ നിന്ന് വന്നതിന് ശേഷം ഇവിടെ ഏതായിരുന്നു വണ്ടി യൂസ് ചെയ്തത്? അപ്പൊ ഒന്നും വണ്ടില്ലല്ലോ. അപ്പൊ ഞാൻ 26 തിരിച്ചു വന്നു. അത് 24 സംതിങ് ലൈക്ക് ആ ഒരു ഏജിൽ പോയി. ഐ കെയിം ബാക്ക് ഹിയർ 26. പിന്നെ 2007 ഞാൻ ഫസ്റ്റ് കാർ വാങ്ങിക്കുന്നത്. 2008 സിവിക്.
സിവിക്. ഇന്നും ഇറ്റ് ഇസ് one of my favorite cars. Okay. Because ആ പ്രൈസ് റേഞ്ചിൽ അന്ന് I think 2007 or 2008 it was some 11 lakhs and 13 lakhs on road or something. അത്രേ ഉള്ളൂ. That's not bad because ആ വണ്ടിയുടെ പെർഫോമൻസ് ഇന്നും എന്റെ വണ്ടി ഉണ്ട്. ഇന്ന് ഞങ്ങൾ ഓടിക്കും. എനിക്ക് അറ്റാച്ച്മെന്റ് ഇഷ്യൂസ് ഉണ്ട്. So ഞാൻ ഒരു സാധനം വാങ്ങിച്ച പിന്നെ ഒരുപാട് ആൾക്കാരുണ്ട്. So because of that അത് I think ഒരു ഞാൻ ഓഡി എടുത്തപ്പോ ഞാൻ Q3 എടുത്തപ്പോ ഞാനത് എന്റെ ബ്രദറിന് കൊടുത്തു. അപ്പൊ അവനത് മോഡിഫൈ ഒക്കെ ചെയ്ത് 10 years now with that car. Still doing that. അപ്പം ഫാമിലിയില് ഇതിന് മുമ്പ് ഫാദറിനോ അങ്ങനെ ആർക്കെങ്കിലും കാർ ഉണ്ടായിരുന്നു? എന്റെ അച്ഛൻ വളരെ ചെറുപ്പത്തിൽ മരിച്ചില്ലേ. അപ്പം അതൊന്നും ഉണ്ട്. അത് എന്റെ അപ്പൂപ്പന്റെ ഏറ്റവും വലിയ ഫേവറേറ്റ്. അപ്പൂപ്പൻ പാസ്റ്റ് പോയി 2 വർഷം മുമ്പ്. അപ്പം പോയി. അപ്പൂപ്പന്റെ ഏറ്റവും വലിയ ഹോബി എന്താണെന്നറിയാവോ? കാർ വാങ്ങിക്കുക, കാർ വാങ്ങിക്കുക, വിൽക്കുക. ടിപ്പിക്കൽ ഒരു മലയാളി സ്വഭാവക്കാരനാണ്. അപ്പൊ ഏറ്റവും ആദ്യം ഞാൻ ചെറിയ കുട്ടിയായിരുന്നപ്പം I think I must have been 4th standard ഫിയറ്റ് ആയിരുന്നു. വെള്ള ഒരു ഫിയറ്റ് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. പിന്നെ അത് വിറ്റ് പിന്നെയും ഫിയറ്റ് വരും. പിന്നെ അത് വിറ്റ് പിന്നെ വേറെ I think Zen ആയിരുന്നു. അപ്പൊ വാങ്ങിച്ച ഏറ്റവും ഇഷ്ടപ്പെട്ട എനിക്ക് കാർ Zen ആണ്. സോ ആ Zen അതങ്ങനെ. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ ഇത്രയും വണ്ടികളൊക്കെ ഓടിച്ച് റോഡിൽ കൂടെ പോകുമ്പോഴേ ഈ പ്രത്യേകിച്ച് നിങ്ങളുടെ ഒരു സ്വഭാവം വെച്ചിട്ട് റോട്ടിലടി ഉറപ്പാണല്ലോ. ഞാൻ ആക്ച്വലി അങ്ങോട്ട് പോയൊന്നും മെക്കിട്ട് കയറുന്ന ആളല്ല. ഞാൻ വളരെ സേഫായി ഞാൻ എന്റെ കാര്യം നോക്കി പോകുന്ന ഒരാളാണ്. പക്ഷെ എന്റെ മുന്നിലേക്ക് വന്ന വെറുതെ വിടൂല. എങ്ങോട്ട് വരാം, മര്യാദയ്ക്ക് ഓടിച്ചാൽ എനിക്ക് കുഴപ്പമില്ല. ഈ ചില സമയത്ത് ബസ് ഡ്രൈവർ, ചില ചേട്ടന്മാർ, എല്ലാരും ഒന്നും അല്ല, ചിലരൊക്കെ നല്ലവരാ, ഓട്ടോ ചേട്ടന്മാരും അങ്ങനെ തന്നെയാ. ഓക്കെ. സോ ചില സമയത്ത് വാട്ട് ഹാപ്പൻസ് ഈസ് ഈ ബസ് ഡ്രൈവർ ചേട്ടന്മാർ അവരുടെ സ്കെഡ്യൂൾ ഫോളോ ചെയ്യാൻ വേണ്ടി റോട്ടിൽ വേറെ വണ്ടികൾ ഉണ്ടെന്ന് വിചാരിക്കില്ല. അപ്പൊ നമ്മളെയൊക്കെ റോട്ടിൽ നിന്ന് പുറത്താക്കാൻ നോക്കും. നമ്മളൊന്നും വണ്ടിയല്ല ഓടിക്കുന്നത്. നമ്മളൊക്കെ ഈ ചെറിയ അവരുടെ മുന്നിൽ ഉറുമ്പുകളാണല്ലോ. നമുക്ക് ഡാമേജ് പറ്റിയാൽ നമ്മളാണല്ലോ കാശ് കൊടുക്കുന്നത്. ബസ്സിന് ഡാമേജ് പറ്റിയാൽ അവരല്ലല്ലോ. സോ അങ്ങനത്തെ ഒരു ഇഷ്യൂ ചില ഓട്ടോ ചേട്ടന്മാരും ചില ബസ് ചേട്ടന്മാരും ചില സമയത്ത് 2 വീലേഴ്സും എല്ലാരും ആരാണെന്ന് വെച്ചാൽ ആ സമയത്ത് വന്ന് വീഴുന്നത്. ചില സമയത്ത് ഈ മുമ്പിൽ കയറി കട്ട് ചെയ്ത് എന്നെ പുറത്താക്കിയാൻ നോക്കിയാൽ ഞാൻ I don't like it.